ലൈറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈറ്റിങ് ഹിഡൻ ലൈറ്റ്സ് ആണ് കുറേ അധികം വന്നിരിക്കുന്നത്. സീലിംഗ് ലൈറ്റ്സ് ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ വാളിൽ വെക്കാവുന്ന കുറേ ലാമ്പ് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടാക്കും. ഇപ്പം അതെല്ലാം മാറിക്കഴിഞ്ഞ് സീലിങ്ങിൽ കൂടി വെച്ച് സീലിംഗിൽ നിന്ന് താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴുള്ളൊരു ബ്യൂട്ടി അത് വേറെയാണ്. വളരെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ LED വാൾസിൻ്റെ ഒരു ലോകമാണ് നമ്മൾ കാണുന്നത്. LED നമുക്കൊരു 60 വാട്ട്സിൻ്റെ ബൾബ് കത്തിക്കുന്നതിന് ഈക്വലൻ്റ് ആയിട്ടൊരു 15 വാട്ട്സ് ലൈറ്റ് കത്തിയാൽ മതി. അപ്പോൾ ലൈറ്റിംഗ് എപ്പോഴും ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വാം ലൈറ്റിംഗ് ഉണ്ട്. അപ്പം പല രീതിയിലുള്ള ലൈറ്റിംഗ് കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് നോക്കിയിട്ട് വാം ലൈറ്റൊക്കെ ഞാനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കൺസെപ്റ്റാണ് വാം ലൈറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വാമാകുമ്പോൾ കുറച്ചും കൂടി കുളിർമ തോന്നാൻ സാധ്യതയില്ല. കുറച്ച് ബ്രൈറ്റ്നെസ് കുറച്ചിട്ട് ആ വാമാക്കി മാറുന്ന ഒരു ലൈറ്റിംഗ്. അതൊക്കെ ദാറ്റ് ഡിപ്പെൻഡ്സ് ആർക്കിടെക്ട്സ് ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ്. അവർക്ക് അവരുടെ കാഴ്ചപ്പാടും കൂടി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിലർക്ക് ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് തന്നെ വേണമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹിഡൻ ലൈറ്റ്സ് ആയിട്ട് മാറി. ഈവൻ സ്റ്റെയർകേസിലെ സ്റ്റെപ്പിൻ്റെ മുകളിൽ പീസസ് ആയിട്ടുള്ള ലൈറ്റ്സുകളുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന ഇത് കംപ്ലീറ്റ് കോറിഡോറിൽ ലൈറ്റ് ഹൈലൈറ്റ്സ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഈവൻ ഫ്ലോറിങ്ങിൽ നിന്ന് ലൈറ്റ് കത്താവുന്ന രീതിയിലുള്ള ലെവലിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ലൈറ്റിങ്ങിലും വളരെ ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു.